ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിലെ റെയ്ഡ് അത് നമ്മൾ കുറെ നേരം ചർച്ച ചെയ്തതാണ്. അതിൽ ഓരോ ഡെവലപ്മെന്റ്സ് വരുന്നുണ്ട്. അതായത് ഗോകുലം ഗോപാലനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഇഡി. റെയ്ഡിൽ തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഗോകുലം ഓഫീസിലെ പരിശോധനയ്ക്ക് ശേഷം ഇ ഡി ഉദ്യോഗസ്ഥർ മടങ്ങി. 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇ ഡി മടങ്ങിയത്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഈ റെയ്ഡിന്റെ വിവരങ്ങൾ നമ്മൾ ഓരോന്നും കണ്ടു. ഇപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിരിക്കുന്നു. ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇ ഡിയുടെ ഭാഗത്തു നിന്നോ ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഒരു ചോദ്യം ചെയ്യൽ അവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി നീക്കങ്ങൾ? പൂജ, കോഴിക്കോട് 11:30 കൂടിയാണ് ഗോകുലം ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് അരിയടത്തുപാലത്തിൽ ഓഫീസിലേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ രാവിലെ 8 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. 10 മണിയോടുകൂടി ഗോകുലം ഗോപാലിന് ചോദ്യം ചെയ്യലിലൂടെ നോട്ടീസ് നൽകി. അതിനുശേഷം അവിടെ ഗോകുലം ഗ്രൂപ്പിൻ്റെ മറ്റൊരു ഡയറക്ടർ ബോർഡ് യോഗം നടക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അവിടെ പരിശോധനയും ഗോകുലം ഗോപാലിനെ അവിടെ ഓഫീസിൽ വെച്ച്, കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയും പ്രക്രിയയും നടന്നത്. ഏകദേശം 3.5 മണിക്കൂർ നേരം ചോദ്യം ചെയ്യലുണ്ടായി. അതിനുശേഷം ഇ ഡി സംഘം മടങ്ങി, കൊച്ചിയിലേക്ക് മടങ്ങി. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, അടിയന്തരമായി ചെന്നൈയിലേക്ക് എത്താൻ വേണ്ടി, ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി മറ്റൊരു നോട്ടീസ് ഇപ്പോൾ ഗോകുലം ഗോപാലിന് നൽകിയിട്ടുണ്ട്. നേരത്തെ അവിടെ എത്തിയപ്പോൾ തന്നെ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കോഴിക്കോട്ടെ ഓഫീസിലെ ചോദ്യം ചെയ്യൽ മതിയായിട്ടില്ല, ഇനിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. പ്രധാനമായും ചെന്നൈ കോടമ്പക്കത്തെ ഓഫീസിലാണ്, കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇന്ന് പ്രധാനമായും ഇ ഡി അവിടെ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടത്തിയത്. അതിൻ്റെ ഭാഗമാണ് കോഴിക്കോട് എത്തിയതും ഈ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യാനായി കോർപ്പറേറ്റ് ഓഫീസിൽ എത്തിയതുമൊക്കെ. ഈ ചെന്നൈ ഓഫീസിലുള്ള അക്കൗണ്ട് വിവരങ്ങളെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗോകുലം ഗോപാലിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഗോകുലം ഗോപാലൻ അടിയന്തരമായി തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നേരിട്ട് ഇ ഡി ഓഫീസിൽ എത്തുകയോ അല്ലെങ്കിൽ അവരോട് സമയം ചോദിക്കുകയോ ചെയ്യുമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇതിനെയൊക്കെ ഒരു എംപുരാൻ എഫക്റ്റ് ആയിട്ട് തന്നെ കാണാമല്ലേ പൂജ? അതായത് ഒരു റെയ്ഡ് നടക്കുന്നു, ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി എത്രയും വേഗം ചെന്നൈയിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.